തോട്ടിൽ നിന്നും വെള്ളവുമായിട്ട് വരുന്ന ജാസ്മിൻ. ഇനി നമ്മൾ ഈ കറിക്കകത്തുനിന്ന് എടുത്ത് പൊരിക്കാൻ വേണ്ടി ഇല്ലയോ? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാസ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തിണ്ണകര ഐലൻഡിൽ പോയതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ കണ്ടിരുന്നല്ലേ. നമ്മൾ ഫിഷ് കട്ട് ചെയ്യുന്നിടം വരെയാണ് നമ്മൾ കണ്ടു നിർത്തിയത്. അപ്പോൾ അതെ അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. ഇങ്ങോട്ട് കാണിച്ചു. ഇതൊരു പുറച്ചി, ഇത് വ്യത്യാസമുണ്ട്. ഇത് കല്ല് പുറച്ചി എന്ന് പറയും. എന്നെ പുറച്ചി കല്ല് പുറച്ചി, എന്നെ കല്ല് ഫിനിഷ് പഠിച്ചു. ഓക്കെ, വിറക് ശേഖരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞങ്ങൾ. കൊതുമ്പ് എന്തിയെ? അതാണോ കൊതുമ്പ്? ഞാൻ ഇവിടെ ഉണ്ട്, ഇനിയുണ്ട്. ഇതാണോ? അതാണ്ട് കൊതുമ്പ് മതിയെന്ന് പറഞ്ഞ് കൊക്കുമ്മാടി എന്ന് പറഞ്ഞാൽ അത് അല്ലയോ? കൊക്കുമ്മാടി, കുലഞ്ഞി. നമ്മുടെ തേങ്ങ കൊളിക്കുന്ന സംഭവമില്ലേ, അതിന് കുലഞ്ഞി എന്ന് പറയും. മറ്റേ കൊക്കുമ്മാടി. വേറെ കൊണ്ടു കൊടുക്കാം. എന്തുവാ തീ പറ്റി എന്ന് പറഞ്ഞാൽ തീ വെച്ചു. ഓക്കെ, വിറകുകളൊക്കെ ശേഖരിച്ച് കൊണ്ടുവന്നു നമ്മൾ. അടുത്ത ഷെബി വിറക് ശേഖരിച്ചു കൊണ്ട് വരുന്നുണ്ട്. ഇവിടെ മീൻ കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. വിശന്നിട്ട് കുടല് കരിയുന്ന മണം വരുന്നു. മീൻ കഴുകുന്ന കാണാനും എല്ലാവരും ഉണ്ട്. സാറുണ്ടാക്കുവാന്നോ? അയ്യോ, ഇവിടെ എന്തോ പണി കഴിഞ്ഞ്. മുളക് തന്നെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. തേങ്ങാച്ചോറ് സെറ്റായി കേട്ടോ. തിളച്ച് വരണം ഇല്ലയോ? പക്ഷെ അല്ലാതെ കലക്കിയും വെക്കുമല്ലോ ഇവിടെ മുളക് തന്നെ. ഇതിന് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുമായിരിക്കും. മുളക് പൊടി ചൂടാക്കിയിട്ട് ചെയ്തത് കൊണ്ട് ടേസ്റ്റും കൂടും എരിവും കുറയില്ലയോ? അല്ല, നമ്മുടെ വെളിച്ചെണ്ണ. സുർക്ക ഈ ഷാമിലിപ്പോൾ ഒഴിച്ച് ചെയ്തല്ലായിരുന്നോ? അവര് വീണ്ടും വലയിടാൻ വേണ്ടി പോയി. ഇപ്പൊ ഒഴിച്ചത് സുർക്കയായിരുന്നു. മീൻ മുളക് തണ്ണിയും തേങ്ങാച്ചോറും. എന്തായാലും വന്നാ ചുമ്മാ വന്നാ ഇട്ടുവിടെ. ഇവരിവിടെ 2 ദിവസത്തേക്ക് ടൂർ വന്നതാ. സുലൈമാനും ഗ്യാങ്ങും. ചൂരയുണ്ട്. ഇങ്ങോട്ട് വന്നപ്പോ ഞങ്ങൾക്ക് കിട്ടിയതാ. അടച്ചു വെക്കണ്ടല്ലോ കറി. ലാസ്റ്റായിട്ട് ഉപ്പ് ഇട്ടു. ഉപ്പ്, സുർക്ക, പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് അരച്ചു കൊണ്ടുവന്ന്
മുളക് തണ്ണിയുടെ മസാല. അല്ല, അതിൽ നിന്ന് തന്നെ എടുത്തിട്ട് പൊരിക്കാൻ. അപ്പോൾ മസാല ഒക്കെ പിടിച്ചല്ലോ. പൊടിയുന്നില്ല, വെന്തല്ലോ. നമ്മൾ കറിയിൽ നിന്ന് തന്നെ എടുത്ത് പൊരിക്കാൻ വേണ്ടി പോകും. അപ്പോൾ മസാല ഒക്കെ ഓൾറെഡി അതിനകത്ത് പിടിച്ചു കഴിഞ്ഞു. തേങ്ങാപ്പാൽ ചേർത്തായിരുന്നില്ലല്ലോ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കും. ഇവിടെ ചില സമയത്തൊക്കെ ഇങ്ങനെ ചെയ്യുന്നില്ല. മുള്ളുള്ള മീനുകളൊക്കെ സാധാരണ ഇങ്ങനെ ചെയ്യത്തില്ല. കറി വെച്ചിട്ട് നമ്മൾ അതിനകത്ത് നിന്ന് എടുത്തിട്ട് പിന്നെ പൊരിക്കാൻ വേണ്ടി വെക്കും. ഉള്ള സ്ഥലം, ബാക്കിയുള്ള സ്ഥലം നമ്മൾ ചൂര വെച്ച് ഗ്രില്ല് ചെയ്തു. അവസാനമായിട്ട് നമ്മളിനി തേങ്ങാപ്പാലും കൂടെ ചേർക്കണം. ലാസ്റ്റിൽ തേങ്ങാപ്പാലും കൂടെ ചേർത്ത് നമ്മുടെ മുളക് തണ്ണി ഫൈനൽ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു. ഇതാണ് നമ്മുടെ മുളക് തണ്ണിക്ക് ടേസ്റ്റ് കൊടുക്കുന്ന സാധനം. മീൻ പൊരിച്ചത് അപ്പുറത്ത് റെഡി ആവുന്നുണ്ട്. കളറും ഒക്കെ കുറഞ്ഞു ഇല്ലയോ, നല്ലൊരു ടേസ്റ്റൊക്കെ വരും. തേങ്ങാപ്പാലൂടെ ചേർത്ത് കുറച്ചും കൂടെ ഒന്ന് വറ്റട്ടെ. എല്ലാം റെഡിയായി. ഇനി കടൽ കുളിച്ചിട്ട് വന്നിട്ട് കഴിച്ചാൽ മതി ഇല്ലയോ. ഹാക്കർ കടലിലൊക്കെ കുളിച്ച് ഇനി എന്തുവാ അടുത്തത്? ഇനി വല്ലതും കഴിക്കണം. ഇത്ര നേരം കടലിൽ കിടക്കുമായിരുന്നു. കടലിൽ കുളിച്ചോ? ഇനി എന്തോ അടുത്ത പരിപാടി? അത് വെള്ളം തന്നെ വറ്റിയല്ലോ. അപ്പൊ അതെ തേങ്ങാച്ചോറ് വിളമ്പി. നമ്മുടെ ഐറ്റംസ് എന്തൊക്കെയാണെന്നറിയോ? തേങ്ങാച്ചോറ്, അടിപൊളി മുളക് തണ്ണി, മുള്ളാണ്ണി, അച്ചാറ്, പിന്നെ മീൻ പൊരിച്ചത്. നല്ല അടിപൊളി മീൻ കറി. തല, ആതിരക്കാണ് തല. ആദ്യം തന്നെ ആതിരക്ക് മേടിച്ചോ? അങ്ങനെ താണ്ട് ഞങ്ങൾ തിണ്ണകരയിൽ ഇരുന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇപ്പോൾ താണ്ട് ഉച്ചത്തെ ഫുഡും കഴിഞ്ഞു. നല്ല തേങ്ങാച്ചോറും മുളക് തണ്ണിയും മീൻ പൊരിച്ചതും മീൻ അച്ചാറും ഒക്കെ കൂട്ടി അടിപൊളിയായിട്ട് കഴിച്ചല്ലയോ. എല്ലാവരും കൂടെ കൂടി ഇരുന്ന് നല്ല അടിപൊളിയായിരുന്നു. ഒരുവിധം ഫിനിഷായി. ഇപ്പം തന്നെ കടലിൽ പോയി മീനെ പിടിച്ചു കൊണ്ടുവന്ന് ഫ്രഷായിട്ട് കറി വെച്ച്. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ അനുഭവങ്ങൾ ഇന്ന് വന്നിട്ട്? ഇതുപോലുള്ള ഒറ്റപ്പെട്ട ദ്വീപുകളിലൊക്കെ വന്നിട്ട് ഇല്ലയോ, ഒറ്റപ്പെട്ട ദ്വീപുകളിലൊക്കെ ഇങ്ങനെ വന്ന്. അതെ, ഇതൊക്കെ ഒരു വൈബ് തന്നെ. അടിപൊളി ഇല്ലയോ, സൂപ്പർ. എങ്ങനെ ഉണ്ടായിരുന്നു ചോറ് കഴിച്ചിട്ട്? അടിപൊളി, സൂപ്പർ, അടിപൊളി. ഇനി എല്ലാവരും മത്ത് പിടിച്ച് എവിടെയെങ്കിലും കിടക്കും ഇല്ലയോ.
ഓക്കെ, അപ്പൊ നമ്മൾ തിരിച്ചു പോവുകയാണ്. പിന്നെ അടുത്ത എങ്ങോട്ടാണെന്ന് അറിഞ്ഞുകൂടാ. സാൻഡ് ബാങ്കിലേക്ക് പോവാണ്. നമ്മുടെ ബോട്ടുകാർ വന്നില്ലയോ? എന്തെടുക്കാൻ പോവാ? സ്നോർക്ലിംഗ്. ഇലഞ്ഞുണ്ടോ? അതുകൊണ്ട് ഒരുത്തും താഴോട്ട് പോയി. ഷെരീഫ് ബംഗാരത്തിന്റെയും തിണ്ണകരയുടെയും ഇടയ്ക്കുള്ള സ്ഥലത്ത് നമ്മൾ സ്നോർക്ലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. ആ ഇപ്പൊ കണ്ട് ബോട്ടിന്റെ മുകളിൽ ഇരുന്നോണ്ട് തന്നെ കാണാന്നോണ്ട് നോക്കി. ബിസ്ക്കറ്റ് ഉണ്ടോ? ബിസ്ക്കറ്റ് ഇച്ചിരി പൊടിച്ചിട്ട് മേളിലോട്ട് വരുവോ? ഒന്ന് ഇച്ചിരി ഇട്ടുവോ? ആണ്ടേ നിങ്ങളുടെ അടുത്തോട്ട് തന്നെ വരുന്നത്. ആണ്ടേ അയ്യോ എന്തേലും ചെയ്യുവോ? ഏതാ മൊത്തത്തിലും കളിക്കുക. നമ്മള് ബിസ്ക്കറ്റ് കളിക്ക് മീനിനെ വിളിക്കുവാണ്. പെട്ടെന്ന് വായോ. അയ്യോ ദേ കൂട്ടമായിട്ട് വരുന്നു. അടിപൊളി. ഓ സൂപ്പർ. വേണ്ട നോക്കിക്കേ. കൈ കടിക്കുവോ? അയ്യോ അടിപൊളി. ഓ സൂപ്പർ. ഇത് കടിക്കുന്നതാണോ? കൈ കടിക്കും നമ്മുടെ ചില സമയത്ത്. അത് തീറ്റ തേടി. അതുകൊണ്ട് ബ്ലൂ കളർ. എത്ര കളറാ? എത്ര ആൾക്കാരാ വന്നു നോക്കിയേ. അടിപൊളി. നല്ല രസമുണ്ട്. സൂപ്പർ. അപ്പോൾ അതേ നമ്മൾ അടുത്തതായിട്ട് വന്നത് സ്നോർക്ലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സ്നോർക്ലിങ്ങിൻ്റെ സ്പോട്ടിലെത്തി ഇതാ ഓരോരുത്തരായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാം കണ്ടോ? അതിലെ മീനൊക്കെ കണ്ടോ? അടിപൊളി അല്ലയോ? മുകളിൽ നിന്ന് നോക്കുമ്പോ ഇങ്ങനെ ആണെങ്കിൽ താഴോട്ട് പോകുമ്പോ എന്തുമായിരിക്കും? പൂല അവനങ്ങ് ഏറ്റവും അടിയില്. ഗ്യാസാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഗിനീഷേ? അടിപൊളി. ഇവിടെ മാത്രമാണ് ആയുള്ളത്. ജാസ് വ്ലോഗ്സ് പോവുകയാണ്. പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ജാസ് വ്ലോഗ്സ്. യെസ് ജാസ് ഫാൻസ് ഇവിടെ കം ഓൺ. എന്താ പറയാനുള്ളത്? അവിടെ കാല് ചവിട്ടി നിന്നാ ചേച്ചി ചെരുപ്പിട്ടിട്ടുണ്ടല്ലോ. ഞാൻ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുക മീൻ. ഞാൻ ഇപ്പോഴും കടലിൽ പോകുന്നത്. കുട്ടികളെ കണ്ടില്ലേ? സ്നോർക്ലിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി അടുത്തത് നമ്മളൊരു കട്ടനും ബിസ്ക്കറ്റും കൂടെ
അടിപൊളി ചൂട് കട്ടൻ തണുത്തിരിക്കുമല്ലയോ കട്ടൻ. അയ്യോ കടലിൻ്റെ അടിയിൽ പോയിട്ട് എന്തൊക്കെയാ കണ്ടത് എൻ്റെ മുന്നേ. അപ്പോൾ അടിപൊളി സ്നോർക്ലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് നമ്മൾ വന്നത് സാൻഡ് ബാങ്കിലാണ് കേട്ടോ. ബംഗാരത്തിനോട് ചേർന്ന് കിടക്കുന്നതാണ് ഈ സാൻഡ് ബാങ്ക്. അപ്പോൾ ഒരു സൺസെറ്റിൻ്റെ ടൈം ആകാറായപ്പോഴാണ് കേട്ടോ നമ്മളിവിടെ വന്നത്. സൺസെറ്റ് ആകാറായി വരുന്നല്ലോ. സാൻഡ് ബാങ്കിൽ നിന്നും നമ്മൾ ഇനി അടുത്തത് യാത്ര പോവുകയാണ്. ഇവിടെ വന്ന് എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തത് അവിടെ ഫോട്ടോ സെക്ഷനൊക്കെ നടക്കുന്നു. സൺസെറ്റ് ആകാറായി. ദേ അപ്പുറത്ത് കാണുന്നത് ബംഗാരത്തിനോട് ചേർന്ന് കിടക്കുന്ന അതേ കണ്ട മണൽത്തിട്ടകൾ. ഇപ്പം നേരത്തെയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഇവിടെ മണൽത്തിട്ട ഉണ്ടായിരുന്നു. ഇപ്പം പക്ഷേ വെള്ളമൊക്കെ കയറി കുറേയൊക്കെ പോയി. സാൻഡ് ബാങ്കിൻ്റെ കുറേയൊക്കെ പോയി അല്ലയോ. നമ്മൾ അന്ന് വന്നപ്പോൾ ഇത്രയല്ലായിരുന്നു, കുറേ ഉണ്ടായിരുന്നു. നല്ല വീതിയുള്ള മണൽത്തിട്ടയായിരുന്നു, പക്ഷെ ഇപ്പം വെള്ളം കയറിയതായിരിക്കും. നമ്മളിതും കഴിഞ്ഞ് നേരെ തിരിച്ച് നമ്മുടെ അഗത്തി ദ്വീപിലേക്ക് പോവുകയാണ്. അഗത്തി എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? അടിപൊളിയായിരുന്നു അല്ലേ, സൂപ്പറായിരുന്നു. രാവിലെ തൊട്ട് ഇത്ര ഏറ്റവും ഭയങ്കര ഇഷ്ടപ്പെട്ട എല്ലാം ഇഷ്ടപ്പെട്ട്. അവിടെ നിന്നൊക്കെ ആൾക്കാർ വൈകിട്ടായപ്പോഴത്തേക്ക് ഇറങ്ങുന്നുണ്ടോ. ഇത് ബംഗാരത്തൊക്കെ വന്നേക്കുന്ന ഗസ്റ്റുകളാണ്. പിള്ളേർക്കൊക്കെ ജാക്കറ്റൊക്കെ ഇട്ട് വരുന്നു. പക്ഷെ ഈ സമയം നല്ല രസമുണ്ട് ഇല്ലയോ, വൈകുന്നേരം. നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് കഴിഞ്ഞു. അപ്പം ഇന്നത്തെ ട്രിപ്പ് കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ അകത്തേക്ക് പോവാം അല്ലയോ. ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. ജസാർ പറ, ഉറക്കെ പറ. സൂപ്പർ. അപ്പോൾ നമുക്ക് പോകാം. ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇനി പോവാം. എല്ലാവരും വേണ്ട ഇറങ്ങാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നില്ലയോ. അതെ, എല്ലാവരും ഇറങ്ങാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പം നമ്മൾ തിരിച്ചെത്തിക്കഴിഞ്ഞു. ബാക്ക് ടു അഗത്തി. അങ്ങനെ നമ്മൾ തിരിച്ച് അഗത്തിയിലെത്തി, നമ്മുടെ റിസോർട്ടിലെത്തി കേട്ടോ. അപ്പോൾ അടിപൊളി ഒരു യാത്രയായിരുന്നു. ഇന്നത്തെ ദിവസം അടിപൊളിയായിട്ട് പോയി. അപ്പം നമ്മളെല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്ന് അല്ലേ. നമ്മൾ യാത്ര തുടങ്ങിയത് ഇവിടേക്ക് വന്നു. അതെ. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ജാസ് വ്ലോഗ്സ്. താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? സെയിം തന്നെ. സെയിം പിച്ച്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അല്ലേ. അതുവരേക്കും ബൈ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവാം. ഇന്നത്തെ യാത്ര കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് പോട്ടെ. ടാറ്റാ.